ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 16-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. കാലം അതിൻ്റെ അവിരാമമായ പ്രയാണം തുടർന്നു. ദിവസങ്ങളും മാസങ്ങളും ഒരു വേനൽക്കാറ്റ് പോലെ കടന്നുപോയപ്പോൾ മംഗലത്തെ തറവാട്ടിലെ ആ കുരുന്നുപൂക്കൾ അതിവേഗം വളർന്നു. ശ്യാമിൻ്റെയും വീണയുടെയും പ്രണയസാഫല്യമായി വിരിഞ്ഞ ആ കൺമണികൾക്ക് അവർ പേരിട്ടു ആദിത്യനും നിധിയും. അതിരുകളില്ലാത്ത സ്നേഹത്തോടെ എല്ലാവരും അവനെ ആദി എന്ന് വിളിച്ചു. വാക്കുകൾക്ക് വഴങ്ങാത്ത തൻ്റെ കുഞ്ഞു നാവിനെ കുസൃതി നിറഞ്ഞ കണ്ണുകൾ കൊണ്ടും ചടുലമായ ഭാവങ്ങൾ കൊണ്ടും തോൽപ്പിച്ചവൻ. ആദി ആ വീടിൻ്റെ നിശബ്ദ സംഗീതമായിരുന്നു. നിധിയാകട്ടെ പേര് പോലെ തന്നെ ആ തറവാടിൻ്റെ ഐശ്വര്യമായി. എവിടെയും ഓടിക്കളിക്കുന്ന കുഞ്ഞുടുപ്പിട്ട വെളിച്ചം പോലെ അവൾ നിറഞ്ഞു നിന്നു. കിഴക്ക് സൂര്യൻ ഉണരുന്നത് മുതൽ രാത്രിയിൽ മയങ്ങുന്നത് വരെ ഈ രണ്ട് കുസൃതികളുടെയും പുറകെ ഓടി വീണയും മറിയാമ്മ ചേട്ടത്തിയും ശരിക്കും തളരുമായിരുന്നു. എങ്കിലും ആ തളർച്ചയിൽ പോലും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് മാതൃത്വത്തിൻ്റെ വലിയൊരു സംതൃപ്തിയായിരുന്നു. വീടിൻ്റെ ഓരോ കോണിലും ആദിത്യൻ്റെ നിശബ്ദമായ കുസൃതികളും നിധിയുടെ കൊഞ്ചലും ഒന്നു ചേർന്ന് മംഗലത്ത് തറവാടിനെ പ്രണയവും വാത്സല്യവും നിറഞ്ഞൊരു പറുദീസയാക്കി മാറ്റി. കുസൃതികൾ ഒരു വശത്ത് നടക്കുമ്പോഴും ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നന്മയുടെ വലിയൊരു ഉറവയുണ്ടായിരുന്നു. വീട്ടിലെത്തുന്ന വിശന്നു വലഞ്ഞവർക്ക് ആരും കാണാതെ ആഹാരവും തങ്ങളുടെ ഉടുപ്പുകളും നൽകാൻ അവർ കാട്ടിയ ഉത്സാഹം നാട്ടുകാർക്കിടയിൽ അവർക്ക് വലിയൊരു സ്ഥാനം നേടിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ കുസൃതി തരങ്ങളൊന്നും ആരും പരാതിയായി കണ്ടില്ല. പകരം സ്നേഹത്തോടെയും ആദരവോടെയും അവർ ആ കുരുന്നുകളെ ചേർത്ത് പിടിച്ചു. അങ്ങനെയിരിക്കെ ആദിത്യനും നിധിക്കും 3.5 വയസ്സായി. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ശ്യാമും വീണയും തീരുമാനിച്ചു. നഗരത്തിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ അവർക്ക് പ്രവേശനം ലഭിച്ചു. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിനം, അവരുടെ ആദ്യ സ്കൂൾ ദിനം. പുലർച്ചെ തന്നെ മറിയാമ്മ ചേട്ടത്തി ജോലികളെല്ലാം തീർത്ത് കുട്ടികളെ ഉണർത്താൻ മുറിയിലേക്ക് പോയി. ഉമ്മറത്ത് പത്രമെടുക്കാൻ കുനിഞ്ഞ വീണയുടെ കാതുകളിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ ശബ്ദം പതിഞ്ഞു. പിന്നാലെ മറിയാമ്മ ചേട്ടത്തിയുടെ പരിഭ്രമം നിറഞ്ഞ നിലവിളിയും. നെഞ്ചിടിപ്പോടെ ഓടിച്ചെന്ന വീണ കണ്ട കാഴ്ച അവളെ ഒന്ന് വിറപ്പിച്ചു. തറയിൽ വീണ് കിടക്കുന്ന മറിയാമ്മ ചേട്ടത്തി, അവർക്ക് ചുറ്റും നിന്ന് യാതൊരു ഭയവുമില്ലാതെ കാര്യമറിയാതെ നിഷ്കളങ്കമായി കൈകൊട്ടിച്ചിരിക്കുന്ന ആദിയും നിധിയും. അയ്യോ, എന്താ ഇവിടെ? എന്താ ഉണ്ടായത്? എന്തു പറ്റി അമ്മച്ചി? വല്ലാത്ത വെപ്രാളത്തോടെ വീണ അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. വേദന കൊണ്ട് പുളയുന്നതിനിടയിലും മറിയാമ്മ ചേട്ടത്തി കിതപ്പടക്കി പറഞ്ഞു, ഒന്നും പറയണ്ട മോളെ, ഇവറ്റകളെ സ്കൂളിൽ പോകാൻ റെഡിയാക്കാൻ വേണ്ടി മുറിയിലേക്ക് ചെന്നതാ. ഈ കുരുപ്പുകൾ വാതിലിൽ ഒട്ടിച്ചു വെച്ച ആ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് ഞാൻ കണ്ടില്ല. അതിൽ തട്ടി എങ്ങനെയോ ഉരുണ്ടു വീണു. ആരോട് പറയാൻ? എല്ലാം എൻ്റെ അശ്രദ്ധ, അല്ലാതെന്താ? ദേഷ്യം സഹിക്കാനാവാതെ വീണ മക്കളുടെ നേരെ കൈ ഓങ്ങിയപ്പോഴേക്കും മറിയാമ്മ ചേട്ടത്തി തടഞ്ഞു. മോളെ, അതൊക്കെ പിന്നെ ആവാം, ആദ്യം എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്ക്. വീണ അവരെ താങ്ങാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അവരുടെ കാൽമുട്ട് നീര് വന്ന് വീർത്തിരുന്നു. ഒറ്റയ്ക്ക് അവരെ ഉയർത്താൻ വീണയ്ക്കാകുമായിരുന്നില്ല. ആ സമയത്താണ് മോർണിംഗ് ജോഗിങ് കഴിഞ്ഞ് ശ്യാം മുറ്റത്തെത്തിയത്. അകത്തു നിന്നുള്ള ബഹളം കേട്ടപ്പോൾ തന്നെ തൻ്റെ മക്കളുടെ പതിവ് പ്രകടനങ്ങളാണെന്ന് അവന് മനസ്സിലായി. ശ്യാമേ, വേഗം ഓടിവാ! വീണയുടെ അലർച്ച കേട്ട് അവൻ അകത്തേക്ക് പാഞ്ഞെത്തി. ഭഗവാനെ, അമ്മച്ചിക്ക് എന്താ പറ്റിയത്? ശ്യാം ആധിയോടെ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അമ്മച്ചിയുടെ കാലൊടിഞ്ഞു എന്നാ തോന്നുന്നേ. അപ്പൻ്റെ സ്വഭാവം തന്നെ, കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച് ഈ വാനര ജന്മങ്ങൾ. തല്ലി വളർത്താത്തതിൻ്റെ കുഴപ്പമാ, വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ. വീണയുടെ വാക്കുകളിൽ ദേഷ്യവും പരിഭ്രമവും അണപൊട്ടി. മറിയാമ്മ ചേട്ടത്തി വേദന കൊണ്ട് വിങ്ങുന്നത് കണ്ടപ്പോൾ അതുവരെ കളിചിരികളുമായി നിന്ന ആദിയും നിധിയും പേടിച്ച് കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. അവർ ശ്യാമിൻ്റെ പിന്നിലേക്ക് മറഞ്ഞു. ശ്യാം വീണയെ ഒന്ന് രൂക്ഷമായി നോക്കി. എന്നിട്ട് ഗൗരവം ഒട്ടും ചോരാതെ പറഞ്ഞു, ഓഹോ, ഇപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിലായോ? അതെങ്ങനെയാ? രണ്ടിനും അമ്മയുടെ തനി സ്വഭാവമല്ലേ. എൻ്റെ കാലൊടിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. നിനക്കും ചെറുപ്പത്തിൽ ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ പണി. ആ സ്വഭാവം മക്കൾക്ക് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ശ്യാമിൻ്റെ മറുപടി കേട്ടപ്പോൾ വീണയൊന്ന് നിശബ്ദയായി. ഒരു നിമിഷം തൻ്റെ കുസൃതികൾ എടുത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മറഞ്ഞു. ദേഷ്യത്തിൻ്റെ മൂർച്ച ഒന്ന് കുറഞ്ഞെങ്കിലും മറിയാമ്മ ചേട്ടത്തിയുടെ വേദന അവളിൽ ആദ്യം നിറച്ചു നിന്നു. വേദനയ്ക്കിടയിലും മറിയാമ്മ ചേട്ടത്തിക്ക് ദേഷ്യം അടക്കാനായില്ല. കാക്കയ്ക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണവായന. എൻ്റെ മക്കളെ, എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ട് ബാക്കി പുരാണം പറഞ്ഞൂടെ? അവർ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു.
ശ്യാം അവരെ താങ്ങി പിടിച്ച് പതുക്കെ വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് തിരിച്ചു. ആശുപത്രി കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറുമ്പോൾ തന്നെ ഡോക്ടർ ശ്രീലത എതിരെ വരുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ മറിയാമ്മ ചേട്ടത്തിയെ കണ്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവർ ചോദിച്ചു, "ഓ, ഇത്തവണ ചേട്ടത്തിയാണോ ഇര? കണ്ടിട്ട് കാലൊടിഞ്ഞ ലക്ഷണമാണല്ലോ. വേഗം അകത്തേക്ക് കൊണ്ടുപോയിക്കോ." ഡോക്ടറുടെ പരിഹാസം കലർന്ന ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്യാമും വീണയും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. മക്കളുടെ കുസൃതികൾ കൊണ്ട് തങ്ങൾ ആശുപത്രിയിൽ സ്ഥിരം സന്ദർശകരായതിൽ അവർക്ക് നാണക്കേടല്ല, മറിച്ച് മക്കളുടെ കുസൃതിയിലുള്ള കൗതുകം കലർന്ന അഭിമാനമായിരുന്നു അവന് തോന്നിയത്. ഡോക്ടർ ഒന്ന് നിർത്തി ചിരിച്ചുകൊണ്ട് തുടർന്നു, "ശ്യാമേ, നിങ്ങളുടെ വീടിനടുത്ത് ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. നിന്റെ മക്കളെ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരും ആഴ്ചയിൽ 1-2 ഓർത്തോ കേസുകൾ അവർ കൃത്യമായി ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ടല്ലോ." ശ്യാം മക്കളെ ചേർത്ത് പിടിച്ച് ആൻറ്റിയെ നോക്കി. "നമ്മുടെ നാട്ടുകാർക്ക് വ്യായാമം കുറവാണെന്ന് എൻ്റെ മക്കൾക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും അവരെല്ലാവരെയും ഓടിപ്പിച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്." ശ്യാമിൻ്റെ മറുപടി കേട്ട് വീണയും പൊട്ടിച്ചിരിച്ചുപോയി. ശ്രീലത ഡോക്ടർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു. എക്സ്റേ റിപ്പോർട്ടിൽ മറിയാമ്മ ചേട്ടത്തിയുടെ കാലിൽ 2 ഒടിവുകൾ. പ്ലാസ്റ്റർ ഇട്ട കാലും പൊക്കി വെച്ച് വീൽചെയറിൽ അമ്മച്ചി വീട്ടിലെത്തുമ്പോൾ മംഗലത്ത് തറവാട് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളം പോലെയായിരുന്നു. വീണ അതീവ ശ്രദ്ധയോടെ ചേട്ടത്തിയെ വീൽചെയറിൽ നിന്ന് കട്ടിലിലേക്ക് മാറ്റിക്കിടത്തി. മെത്തയിൽ തലയണകൾ ക്രമീകരിച്ച് കാലിന് സുഖകരമായൊരു പൊസിഷൻ നൽകി അവൾ ചേട്ടത്തിയെ തലോടി. "സാരമില്ല അമ്മച്ചി, ഇത്തവണ ഇത്രയേ പറ്റുള്ളൂ എന്ന് സമാധാനിക്കാം. പഴുതടച്ചുള്ള വിശ്രമം കിട്ടുമല്ലോ. ഇനി കുറച്ച് നാൾ അമ്മച്ചി എഴുന്നേൽക്കണ്ട. സകല കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം." സ്നേഹത്തോടെ അത് പറയുമ്പോൾ വീണയുടെ കണ്ണുകളിൽ ആദരവും വാത്സല്യവും തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴും വേദനയോടെ അമ്മച്ചി പറഞ്ഞു, "മോളെ, എൻ്റെ പണി കൂടി ഇനി നിൻ്റെ തലയിലാകും. ഈ കുരുന്നുകളെ ഇനി നീ തന്നെ നോക്കണം. അവരെ മാത്രം ഒന്ന് സൂക്ഷിക്കണേ." അമ്മച്ചിയുടെ പേടി വീണയിൽ ഒരു ചെറിയ ചിരി ഉണർത്തി. "അമ്മച്ചി കിടക്കുമ്പോഴും ഒരു കരുതൽ വേണം കേട്ടോ. ഇവരെ അധികം അടുപ്പിക്കണ്ട. അടുപ്പിച്ചാൽ പണി പാളും." വീണ തമാശ രൂപേണ പറഞ്ഞു. പെട്ടെന്നാണ് ഗേറ്റ് കടന്ന് ഒരു സൈക്കിളിൽ ഒരാൾ വരുന്നത് കണ്ടത്. അയാളുടെ കോലം കണ്ടതും ശ്യാമിനും വീണയ്ക്കും കാര്യം പിടികിട്ടി. മംഗലത്ത് തറവാട്ടിലെ കുട്ടിപ്പട്ടാളം അടുത്ത ഇരയെയും കണ്ടെത്തിയിരിക്കുന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി കള്ളിൻ്റെ ഗന്ധവുമായി വന്ന അയാളുടെ അരികിലേക്ക് ശ്യാം ഓടിച്ചെന്നു. "എന്താ പറ്റിയ ചേട്ടാ?" "ഒന്നും പറയണ്ട മോനെ, കള്ള് ചെത്ത് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. നിന്റെ ഈ വെത്തുകൾ കല്ലെടുത്തെറിഞ്ഞ് എൻ്റെ കലവും പൊട്ടിച്ചു. എന്നെ കള്ളിൽ കുളിപ്പിക്കുകയും ചെയ്തു. കണ്ടോ, ഞാനിപ്പോൾ ഈ പരുവത്തിലായി." അയാൾ പരിഭവത്തോടെ തുടർന്നു. "ഇതുങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ വന്നതാ. അടുത്തൊരാൾ കൂടി പണി വാങ്ങിച്ച് കൂട്ടണ്ടല്ലോ. പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇത് ഈശ്വരൻ ഈ നാട്ടുകാർക്ക് കൊടുത്ത ഒരു ദുരന്തമല്ലേ. മുട്ടയിൽ നിന്ന് വിരിയാത്ത പ്രായമായതുകൊണ്ട് പോലീസിൽ പരാതിപ്പെടാനും പറ്റില്ലല്ലോ." അത്രയും പറഞ്ഞ് ഒരു പരിഹാസ ചിരിയോടെ അയാൾ മടങ്ങി. അയാൾ പോയതും ശ്യാം മക്കളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. ആദിയും നിധിയും ഒന്നും അറിയാത്തവരെ പോലെ തല കുനിച്ച് നിൽക്കുന്നത് കണ്ട് വീണ ശ്യാമിനോട് പറഞ്ഞു, "ഇവരുടെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. ഇപ്പോൾ ആ ഗോപാലൻ ചേട്ടൻ വന്ന് പോയതേ ഉള്ളൂ. ഈ കണക്കിന് പോയാൽ വൈകാതെ നാട്ടുകാർ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് തോന്നുന്നു." ശ്യാം അത്ഭുതത്തോടെ ചോദിച്ചു, "ഏത് ഗോപാലൻ ചേട്ടൻ? കിഴക്കേപ്പുറത്തെ ഗോപാലൻ ചേട്ടനോ? അവരുടെ വീട് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയല്ലേ?" വീണ ദയനീയമായി ശ്യാമിനെ നോക്കി. "കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ എത്ര ദൂരം വേണമെങ്കിൽ ഇവർ പോകും എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ഇന്നലെ ഗോപാലൻ ചേട്ടൻ്റെ മകൻ വന്നപ്പോൾ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു. കുറച്ചു നേരം സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി ഞാനും വിട്ടു. അവിടെ ചെന്ന് അവർ ഉണ്ടാക്കാവുന്നത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. സഹി കെട്ട് ഗോപാലൻ ചേട്ടൻ്റെ ഭാര്യ അവരെ മുറ്റത്തിറക്കി വിട്ടു. അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പൂച്ച ആ വഴി വരുന്നത് ഇവർ കണ്ടത്." ശ്യാം ആകാംക്ഷയോടെ അവളെ നോക്കി. വീണ ശ്വാസം അടക്കി പിടിച്ചു തുടർന്നു, "അവർ പൂച്ചയുടെ പുറകെ നടക്കുന്നത് ആ ചേച്ചി കണ്ടതാണ്. പൂച്ചയല്ലേ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് അവരും വിചാരിച്ചു. പക്ഷെ നമ്മുടെ മക്കൾ ചുമ്മാതിരിക്കുമോ? കളി കഴിഞ്ഞ് അവരാ പാവം പൂച്ചയെ പിടിച്ച് കെട്ടിത്തൂക്കി. അബദ്ധത്തിൽ പോലും ഇനി ഇവരെ ആ പ്രദേശത്തേക്ക് വിടരുതെന്ന് പറയാനാണ് ഗോപാലൻ ചേട്ടൻ ഇപ്പോൾ വന്നത്." വീണയുടെ വാക്കുകൾ കേട്ട് ശ്യാം സ്തംഭിച്ചു നിന്നുപോയി. വെറും ഒരു ബാലസഹജമായ കുസൃതിയല്ല ഇതൊന്നും. ഇതിൽ മറ്റെന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ആദിയുടെ നിശബ്ദതയിലും നിധിയുടെ കുസൃതി ചിരിയിലും വരാനിരിക്കുന്ന നിഗൂഢതകൾ മംഗലത്ത് തറവാടിൻ്റെ സമാധാനത്തെ പരീക്ഷിച്ചു തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും കയ്യിലൊരു ചെറിയ വടിയുമായി വീണ മക്കളുടെ പുറകെ ഓടാൻ തുടങ്ങിയിരുന്നു. "ഇന്ന് നിങ്ങളെ ഞാൻ ശരിയാക്കും.
എന്ന് 100 വട്ടം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ആ കുസൃതി കുരുന്നുകളുടെ മിന്നൽ വേഗതയ്ക്കൊപ്പം എത്താൻ അവൾ നന്നേ പാടുപെടുകയായിരുന്നു. ഈ കാഴ്ച കണ്ടു നിന്ന ശ്യാം അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മറിയാമ്മ ചേട്ടത്തി വിളിച്ചു പറഞ്ഞു, മോളെ വീണേ, നീ അവരെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കണ്ട. ഇന്ന് പോയാൽ അടുത്ത ചൊവ്വാഴ്ച പോകുന്ന സൈസ് മക്കളാ നിൻ്റേത്. ചേട്ടത്തിയുടെ വാക്കുകൾ കേട്ട ഉടനെ അതുവരെ ഓടിക്കളിച്ച മക്കൾ കളിയെല്ലാം നിർത്തി ഓടി വന്നു. മറിയാമ്മ ചേട്ടത്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു, അയ്യോ മുത്തശ്ശിക്ക് എന്താ പറ്റിയത്? ആരാ മുത്തശ്ശി ഉപദ്രവിച്ചത്? ഒന്നും അറിയാത്ത പാവങ്ങളെപ്പോലുള്ള അവരുടെ ചോദ്യം കേട്ടപ്പോൾ ശ്യാമും വീണയും മറിയാമ്മ ചേട്ടത്തിയും ഒരേ നിമിഷം പൊട്ടിച്ചിരിച്ചുപോയി. വീണ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു, വേറെ ആര്? നിങ്ങൾ തന്നെ. അമ്മച്ചിയുടെ കാലൊടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ? നല്ല തല്ല് തരികയാണ് വേണ്ടത്. വീണ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവർ തല കുനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളികണ്ണിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് വിരിഞ്ഞ കുസൃതിച്ചിരി കണ്ടപ്പോൾ വീണയ്ക്കും ശ്യാമിനും ചിരി പൊട്ടി. ഭഗവാനെ, ഇതുങ്ങളെ കണ്ടിട്ട് തല്ലാനും തോന്നുന്നില്ലല്ലോ. വീണ പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.